മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും ഒരേപോലെ പ്രിയപ്പെട്ട ഒരു ആക്ടറാണ് ശ്രീനിവാസൻ അല്ലേ. ആക്ടർ മാത്രമല്ല, റൈറ്ററും ഡയറക്ടറും ഒക്കെയാണ് അദ്ദേഹം. സൊസൈറ്റിയിൽ നടക്കുന്ന പല കാര്യങ്ങളെയും വളരെ വിറ്റി മാനറിലൂടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ശ്രീനിവാസൻ്റെത്. അത് തന്റെ സിനിമകളിലൂടെ ധാരാളമായിട്ട് പറയാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എപ്പോഴും. ശരിക്കും പറയുവാണെങ്കിൽ ശ്രീനിവാസന്റെ സിനിമകളിലെ പൊളിറ്റിക്കൽ സെറ്റയേഴ്സ്, ക്രിറ്റിസിസവും ഓർക്കാത്തതും കമന്റ് ചെയ്യാത്തതുമായിട്ടുള്ള ഒരു ശരാശരി മലയാളി ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു ഫിലിമാണ് സന്ദേശം. ശ്രീനിവാസൻ എഴുതുകയും സത്യനന്ദിക്കാട് ഡയറക്ട് ചെയ്യുകയും ചെയ്ത ഫിലിമാണ് സന്ദേശം. മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ വെച്ച് തന്നെ ഏറ്റവും നല്ല പൊളിറ്റിക്കൽ സെറ്റയർ ചെയ്തിരിക്കുന്നത് ആ ഫിലിമിലാണെന്ന് തന്നെ വേണം പറയാനായിട്ട്. ആ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന പല ഡയലോഗും ആ ഫിലിമിലെ സിറ്റുവേഷന് മാത്രമല്ല, അന്നത്തെ സമയത്ത് നമ്മുടെ പൊളിറ്റിക്കൽ സിറ്റുവേഷനും കൂടിയാണ് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ പല ഡയലോഗ്സും ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഏതായാലും ഈയിടെയായിട്ട് ശ്രീനിവാസൻ വളരെ ആക്റ്റീവായിട്ട് തന്നെ നമ്മുടെ സോഷ്യൽ പ്രോബ്ലംസിനെയും പൊളിറ്റിക്കൽ സിനാരിയോസിനെയൊക്കെ കുറിച്ച് നന്നായിട്ട് തന്നെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ അടുത്തൊരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുകയാണ്, കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് വരേണ്ടത് പോലീസ് ഓഫീസറായ ഋഷിരാജ് സിംഗ് ആണെന്ന്. ഋഷിരാജ് സിംഗിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. തൻ്റെ ഒഫീഷ്യൽ ലൈഫിൽ യാതൊരു കറപ്ഷനും കൂട്ടി നിൽക്കാത്ത വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ് ഋഷിരാജ് സിംഗ്. അദ്ദേഹം കേരളത്തിലെ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായ റെവല്യൂഷണറി ഐഡിയാസും അതുപോലെ തന്നെ ട്രാഫിക് സിസ്റ്റത്തിൽ വന്ന വളരെ വലിയ ചേഞ്ചസും ഒക്കെ നമ്മളെല്ലാവരെയും ഇംപ്രസ് ചെയ്തിട്ടുള്ള ഒന്നാണ്. ഏത് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും അദ്ദേഹം അവിടെ കഴിവ് തെളിയിച്ചിരിക്കും. ഒരു പൊളിറ്റിക്കൽ പ്രഷറിനെയോ അല്ലെങ്കിൽ മറ്റൊരു ഇൻഫ്ലുവൻസിനെയും ഭയപ്പെടാതെ കറപ്ഷനെതിരെ പോരാടുക എന്നൊരു മിഷനുമായിട്ടാണ് ഋഷിരാജ് സിംഗ് എന്ന ഓഫീസർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് ശ്രീനിവാസൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആവുകയാണെങ്കിൽ ഇദ്ദേഹത്തിനെ ഫോളോ ചെയ്യാനായിട്ട് ഒരുപാട് യങ്സ്റ്റേഴ്സ് നമ്മുടെ നാട്ടിൽ നിന്നും ഉണ്ടാവും അത്രേ. അങ്ങനെ നമ്മുടെ സിസ്റ്റത്തിലെ കറപ്ഷൻസും മറ്റുമൊക്കെ വളരെ നന്നായി ക്ലീൻ ചെയ്യാൻ തന്നെ സാധിക്കുമെന്നാണ് ശ്രീനിവാസൻ അഭിപ്രായപ്പെടുന്നത്. ഇപ്പോൾ നമ്മുടെ പൊളിറ്റിക്സിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. പൊളിറ്റീഷ്യൻസ് ആണെങ്കിൽ അതിനേക്കാളും കഷ്ടവും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഋഷിരാജ് സിംഗിനെ പോലെ ഒരാളാണ് യങ്സ്റ്റേഴ്സിനെ പൊളിറ്റിക്സിലേക്ക് മുന്നോട്ട് കൊണ്ടുവരേണ്ടത് എന്നാണ് ശ്രീനിവാസൻ പറയുന്നത്. Mammootty sir and Mohanlal sir I haven't worked because I haven't, I mean like